എല്ലാ മീഡിയയും ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയലാണ്? സിനിമയുടെ മെറ്റീരിയൽ. ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലും വാർത്താമാധ്യമങ്ങളാണെങ്കിലും ഇനിയിപ്പം ന്യൂസ് ചാനലിൽ ചോദിക്കുന്നു, ഇവരും ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുന്ന സിനിമാക്കാരുടെ അല്ലേ? അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമ ആള് കൂടുതൽ കാണുന്നതല്ല വിജയം. ഇപ്പൊ 10 ദോശ ഉണ്ടായി, അതിൽ 8 ദോശ പൊട്ടിപ്പോയി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് കുറ്റം പറയാനായിട്ടെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ ഈ പടങ്ങൾ, അല്ലേ? പിന്നെ നമ്മള് ഇത് മോശമാവാനും ആള് കയറാതിരിക്കാനും അല്ല ഉണ്ടാക്കും പടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ സമൂഹത്തിലും പല പല ആളുകളും പല മേഖലകളിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കി കഴിക്കുന്ന കാണുന്നുണ്ട് പിള്ളേര്. ഞാനാണോ? അല്ലല്ലോ. ഞാൻ പാചകം പ്രവീണപ്പെടുത്തുള്ള കാര്യമല്ല. പിന്നെ ഈ പടത്തിലും ഞാൻ പാചകക്കാരനല്ല, രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ. പ്രവീണിനോട് നിങ്ങൾ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാം. പ്രവീൺ ഡയറക്ടറാണ്, അതിന് ഉത്തരവാദിയുമാണ്. അത് കഴിഞ്ഞാൽ എഴുത്തുകാരൻ ജീവൻ, ഈ പടത്തിന്റെ ജീവൻ. പിന്നെ അത് കഴിഞ്ഞാൽ സീനിയറും പിതാമഹനുമായ സോഹന്റെ ചോദിക്കാം. അത് ഈ സന്ധ്യ ആയതുകൊണ്ട് സന്ധ്യയുടെ നമ്മളാണ് അല്ലേ? ഈ സിനിമയില് റോമിക്ക് ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. കാരണം ആദ്യമായിട്ടാണ് നിങ്ങളൊരു ഡബിംഗ് ആർട്ടിസ്റ്റിനെ കൈക്കിടുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇല്ല, അതുകൊണ്ടാണ് ഉള്ളുവെന്ത് ഉള്ളു പുള്ളി എന്താ, അത് പുള്ളി തന്നെ പറയണം. പുള്ളി ഞാൻ അവിടെ തുടങ്ങി വെച്ചത് നോക്കാൻ എന്ത് തോന്നുന്നു? കാണാൻ പറ്റുന്നില്ല കുട്ടിക്ക്. ഇത് ഒരു നമ്മളെല്ലാവരും പക്ഷെ അതന്നെ നേരത്തെ പറഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മൾ ഇതിലൊരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല ലൊക്കേഷൻസ് ഉണ്ട്. തൃശ്ശൂരിന്റെ ബോർഡിനകത്ത് നമ്മൾ അതിനകത്ത് നമ്മുടെ ആർട്ടിസ്റ്റിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുത്തമ്പള്ളി പെരുന്നാളുണ്ട്. അപ്പൊ വെള്ളയപ്പം അങ്ങാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്താ? അങ്ങാടി എന്ന് പറഞ്ഞത് അറിയോ? ചന്ത. ഇത് പുത്തമ്പള്ളിയുടെ ബാക്കിലുള്ള ഒരു സ്ട്രീറ്റാണ് തെരുവ്. അവിടെ വെള്ളയപ്പം, കൊള്ളപ്പം, ഉണ്ണിയപ്പം, അച്ചപ്പം ഇങ്ങനെയൊക്കെ കിട്ടും. ഈ വെള്ളയപ്പം ഇല്ലാതെ ഒരു പരിപാടിയും തൃശ്ശൂർ ജില്ലയില് നടത്താറില്ല. അതോണം അല്ലെ? എന്താണെങ്കിലും രാവിലെ വെള്ളയപ്പം, പുഴുങ്ങിയ പഴവും ഇഷ്ടം. തൃശ്ശൂരുകാരുണ്ടായാലും കഴിച്ചിട്ടില്ലേ വെള്ളയപ്പം? പ്രവീൺ കഴിച്ചിട്ടുണ്ടാവും. ആ സമയമാകുമ്പോ കഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നെ ആരെങ്കിലും ജീവൻ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണോ ഈ കഥ ഉണ്ടായത്? ഓക്കെ. ഈ പുത്തമ്പള്ളിയിലെ വെള്ളയപ്പമാണ് പോകുന്നത്. സിനിമ മനസ്സിൽ കയറിയ ടൈം തൊട്ടേ ആ തെരുവ് അങ്ങാടി അവിടുത്തെ ക്യാരക്ടേഴ്സ്. അപ്പൊ അത് അത്രയും പരിശുദ്ധമായ ഒരു പ്രണയം അവിടെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഒരു നമ്മുടെ ക്യാരക്ടർ. അപ്പൊ അവിടെ ആ പശ്ചാത്തലത്തിൽ നല്ല വെള്ളയപ്പം പോലെ തന്നെ പരിശുദ്ധമായ പ്രണയം. അത് ഫുള്ള് കണ്ട തമാശക്കഥയോടെ പറഞ്ഞു. ഇതാണ് വെള്ളയപ്പം. ഇത് 8 വർഷമായിട്ടുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനിടയിൽ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ബിസിനസ് ആയിട്ട് നീങ്ങി വീണ്ടും വന്നു, വീണ്ടും സിനിമയിലേക്ക് കിടക്കുന്നു. അപ്പൊ വെള്ളയപ്പം തന്നെ അത് തുടങ്ങുന്നു. എന്നെ അപേക്ഷിച്ചിടത്തോളം ഒരു റൈറ്റർ എന്ന രീതിയിൽ ഒരു 100 പേരെ ലൊക്കേഷനിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം. സ്ക്രിപ്റ്റ് കളിച്ച് ഡയറക്ഷനിൽ എത്തുമ്പോൾ സ്ക്രീനിൽ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഞാനും ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പൊ സ്ക്രീനില് ഞാൻ ആ വിജയത്തോടെ വന്നിരിക്കാമെന്ന പ്രതീക്ഷയിലേക്ക് ഇതാണ് വെള്ളയപ്പത്തിനെ കുറിച്ച് പറയുന്നത്. വെള്ളയപ്പത്തിന് പിന്നെ വെള്ളയപ്പം അല്ലാതെ പിന്നെ ചപ്പാത്തി വരുന്നത് വെള്ളയപ്പം അങ്ങാടിക്ക് നടക്കുന്ന അല്ലേ? വെള്ളയപ്പം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു കൂട്ടാളുകൾ അതിന്റെ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഈ വെള്ളയപ്പം എന്താ പേരിട്ട് അത് നമുക്കറിയില്ല. വെള്ളയപ്പത്തിന് എന്താ വെള്ളയപ്പം പേരിട്ട് നമ്മളല്ല. നമ്മൾ അവിടെ നടക്കുന്ന കഥ ആയതുകൊണ്ടും വെള്ളയപ്പം വാങ്ങിച്ചിട്ട് നടക്കുന്നതാണ് നമ്മൾ വെള്ളയപ്പം പടത്തിന് പേരിട്ടിരിക്കുകയാണ്. വെള്ളയപ്പത്തിന് പേരിട്ട് നമ്മളല്ല.
എനിക്കറിയാം വെള്ളപ്പത്തിന് ആരെ വെള്ളക്കൊന്ന് പേരിട്ടു തോന്നിച്ചായിരുന്നു മണ്ണിലേക്ക് പെട്ടെന്ന് പോവാം തോന്നിച്ചായിരുന്നു സ്പീക്കർ അറിയില്ല ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ ഈ ചോദ്യം ഉണ്ടാവുമ്പോഴാണ് ഇവിടെ ലൈവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്കും നമുക്കും നിങ്ങൾക്ക് വിളിച്ചിരിക്കണം അതുപോലെ നമ്മൾ അറിയപ്പെടുന്ന ആളുകൾ അല്ലെ. ഇതേതാണ്ട് ഇപ്പൊ എന്താ മലയാളം ഞാൻ ജനുവരി 9-നാണ് ഈ പടത്തിന്റെ പിള്ളേർ സിനിമയുടെ റിലീസ്. അത് നമുക്ക് പറയാൻ പറ്റുപോയി. അന്ന് ഭയങ്കരമായ വേറെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ പല ചിത്രങ്ങളും വെള്ളയപ്പം റിലീസാവുന്നതുമായി ബന്ധപ്പെട്ട് റിലീസ് മാറ്റാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് നമുക്ക് വഴി മനസ്സിലാവും. എന്റെ കാറ്റഗറി വെള്ളയപ്പം എന്ന എന്തിനാണ് ഈ സിനിമയ്ക്ക് പേരെന്ന് ചോദിച്ചല്ലോ. ഈ സിനിമ വെള്ളയപ്പം ഈ വെള്ളയപ്പങ്ങാടിയില് ആദ്യമായിട്ട് ഒരാൾ കണ്ടുപിടിച്ച് അയാള് ഈ വെള്ളയപ്പം വിറ്റ് ഭയങ്കര ആശാരകയായ ഒരു പശ്ചാത്തലം ഈ സിനിമയ്ക്കുണ്ട്. അപ്പോ കണ്ടുപിടിച്ചത് ഒരാളാണെങ്കിലും അതിന്റെ ഗുണമുണ്ടായത് ഒരാൾക്കാണ്. അപ്പോ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളയപ്പം ഈ സിനിമയിൽ കാണിക്കുന്നത് എന്റെ കഥാപാത്രം കണ്ടുപിടിച്ചത്. ഞാൻ വെള്ളയപ്പം കണ്ടുപിടിച്ച അപ്പം കണ്ടുപിടിച്ചത് ഞാനാണ്. അപ്പോ ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വെള്ളയപ്പം നമുക്കൊക്കെ സുപരിതമായ നമ്മുടെ ഒരു പലഹാരം. അതിന്റെ ഉത്ഭവവും അതിലൂടെ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയൊക്കെയാണ് ഇതിന്റെ കഥ വികസിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ രസവും ഈ സിനിമയ്ക്കുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. ഈ വെള്ളയപ്പം ഒരു ആൽക്കഹോളിക് ഫുഡാണോ? അല്ല, കള്ള് ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നത്? ഇല്ല, ഞാൻ കണ്ടുപിടിച്ച വെള്ളയപ്പത്തിൽ കള്ളില്ല. അപ്പം ഇഷ്ടമാണ്. എല്ലാത്തരം അപ്പങ്ങളും എല്ലാത്തരം അപ്പങ്ങളും എനിക്ക് തോന്നുന്നു. എല്ലാത്തരം അപ്പങ്ങളും എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത അപ്പം എന്റെ മനസ്സിലേക്ക് ഒന്നുമില്ല. അപ്പം മാത്രമേ ഉള്ളൂ. അപ്പം അത്ര ഇഷ്ടമല്ല. അല്ല 10-ാം തീയതി അല്ലപ്പോ പറഞ്ഞു. ആരാ പറഞ്ഞ അതൊക്കെ അനൗൺസ് ചെയ്യണം? ഉറപ്പാണോ റിലീസ് എന്നാണ്? ജനനായകനെ പേടിച്ച് നമ്മള് റിലീസ് മാറ്റണോ, നമ്മളെ പേടിച്ച് ജനനായകൻ റിലീസ് മാറ്റണം എന്നൊക്കെ ഇൻഡസ്ട്രിയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ബിസിനസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ അങ്ങോട്ട് അറിയണ്ട. നമുക്ക് പേടിക്കേണ്ടതില്ല. നമ്മൾ ഒരു പടം അവിടെ ഇറക്കുന്നു, അവരവിടെ പടം ഇറക്കുന്നു അല്ലേ. ഇതിനൊന്നും പേടിക്കാനുള്ള കാര്യങ്ങളോ? ജനനായകനാണെങ്കിലും ജനനായികയാണെങ്കിലും അപ്പം കഴിച്ച് വെള്ളപ്പം കഴിച്ച് വന്നാലല്ലേ. ഇതിപ്പോ നമ്മളെ പേടിച്ചിട്ട് അവര് പറയാതിരിക്കുന്നില്ല, അവരെ പേടിച്ച് നമ്മളെ പറയാതിരിക്കുന്നില്ല. പടം ചെയ്ത് ഇറക്കാൻ വേണ്ടിട്ടല്ലേ കഷ്ടപ്പെട്ട് നമ്മളൊരു പടം ചെയ്ത് അത് ഇറക്കാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മൾ എന്തിനു പേടിക്കണം? ഈ ഭൂമിയിൽ ഒന്ന് ജനിച്ചു, അതിലും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കില്ല, അതിലും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് വേറൊരു കാര്യത്തിന് ഈ 9-ാം ജനനായകൻ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന്റെ ഒപ്പം മറ്റേ ശിവകാർത്തികന്റെ സിനിമയും പ്രഭാസിന്റെ സിനിമയും കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തത്. നമുക്ക് അവിടെ 600 സ്ക്രീനുകളിൽ നമുക്ക് മാന്യമായിട്ട് 100 സ്ക്രീൻ കിട്ടിയതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് 45 സ്ക്രീനുള്ളൂ. നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ കുഞ്ഞിപ്പടല്ലേ. പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോ ഏറ്റവും വലിയ ആളുകൾക്ക് എതിരെ നിൽക്കുന്ന എന്റെ സുഖം. നമ്മളല്ലാതെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് നമ്മളെ നിൽക്കുമ്പോ വിജയിക്കുന്നതിനെ നമ്മൾ നിൽക്കുന്നു. അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് ഇതിലെന്നല്ല ഞാൻ പറഞ്ഞ അവർക്കൊപ്പം നമ്മളുണ്ട്. ഇതൊരു സിനിമയുടെ വലിപ്പം നിശ്ചയിക്കുന്നത് പ്രേക്ഷകരാണ്. അപ്പോ ചെറിയ മുതൽ മുടക്കാണോ വലിയ മുതൽ മുടക്കാണോ എന്നുള്ളതല്ലോ യഥാർത്ഥത്തിൽ വലിയ സിനിമ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുള്ളതാണല്ലോ നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ മാർക്കറ്റിംഗ് സമയത്ത് തണ്ണീർമത്തൻ ജനങ്ങൾ ചെറിയ സിനിമ അന്നൊന്ന് വലിയ സിനിമ നോക്കി മനസ്സിലാവും. പിന്നീട് എന്താ പറയുന്നുള്ളത് അത് ഞാനത് പറഞ്ഞിട്ടില്ല. ഏത് തണ്ണീർമത്തനോ അത് വലിയ സിനിമ സിനിമയാണ്. നമ്മള് സിനിമയാണ് അത് വലുതായി ചെറുതായിട്ട് കണ്ടിറങ്ങുന്ന നമുക്ക് സ്ക്രീൻ മതി.
ആക്ച്വലി ഈ കൊല്ലാവസാനം സിനിമയിൽ 560 കോടി നഷ്ടം, അത്ര കോടി നഷ്ടം എന്നൊക്കെ പറയുന്നത് വളരെ അത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ആക്ച്വലി ഇവിടെ വിജയിച്ച പടങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ അധികം വന്ന് കാണാത്ത പടങ്ങളാണ് കൂടുതലും പല മാധ്യമങ്ങൾക്കും മെറ്റീരിയൽസ് ആയിട്ട് ഇപ്പോഴും പോകുന്നത് അല്ലെ. ഒരു സിനിമ കൂടുതൽ ആൾക്കാർ കണ്ട് കൂടുതൽ കളക്ഷൻ കിട്ടി എന്നുള്ളത് മാത്രമല്ല ഒരു സിനിമ വിജയം. ഇപ്പൊ ഒരു മോശം സിനിമ ഇറങ്ങുമ്പോഴാണ് ഒരുപാട് നിരൂപകർ ഉണ്ടാവുകയും അവർ ജീവിച്ചു പോകുന്നത് അല്ലെ. ആണോ? എല്ലാ മീഡിയയും ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയലാണ്? സിനിമയുടെ മെറ്റീരിയൽ. ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലും വാർത്താമാധ്യമങ്ങളാണെങ്കിലും ഇനിയിപ്പം ന്യൂസ് ചാനലിൽ ചോദിക്കും ഇവരും ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുന്ന സിനിമാക്കാരുടെ അല്ലേ. അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമ ആള് കൂടുതൽ കാണുന്നതല്ല വിജയം. ഇപ്പൊ 10 ദോശ ഉണ്ടായി, അതിൽ 8 ദോശ പൊട്ടിപ്പോയി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് കുറ്റം പറയാനായിട്ടെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ ഈ പടങ്ങൾ അല്ലെ. പിന്നെ നമ്മള് ഇത് മോശമാവാനും ആള് കയറാതിരിക്കാനും അല്ല ഉണ്ടാക്കും പടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ സമൂഹത്തിലും പല പല ആളുകളും പല മേഖലകളിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പക്കച്ചവടം തന്നെയാ. നിങ്ങൾ എത്ര പക്കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ? 10 പേര് പറഞ്ഞു. പേര് പറഞ്ഞ ബിരിയാണിക്ക് എന്തൊക്കെ അപ്പം വിൽക്കും? പിന്നെ കള്ളപ്പം. നിങ്ങൾക്ക് കള്ളപ്പമായിരിക്കും മിക്കവാറും തരുന്നത്. അതും തരും മിക്കവാറും. അതെങ്ങനെയാ കൊണ്ടുവരിക? ഏത് പത്രത്തിലോ? പണ്ടെന്ന് പറഞ്ഞ എത്ര കാലം മുന്നേ? 90 ആണ് പണ്ട്. നിങ്ങൾക്ക് ഏത് വർഷം ജനിച്ചത്? അതിന് 91 വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഏത് വർഷം ജനിച്ചെന്ന് ആദ്യം എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് കണ്ടുണ്ടോ എന്നാണ്. 89 83 ജനിച്ച ഞാൻ കണ്ടിട്ടില്ല. റൊട്ടി ഡ്രസ്സൊക്കെ വെക്കുന്നുണ്ട് കൊട്ടാലി നോക്കിയിട്ട്. എവിടെ വരും? നിങ്ങളുടെ അടുത്ത് മാത്രം വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ എന്നിട്ട് പോലായിരുന്നു പറയായിരിക്കും. എത്ര പേരുന്ന് അപ്പത്തിനെ? 3 രൂപയാ. ഇന്ന് പൊറോട്ടയ്ക്ക് എന്താ വരാന്നറിയോ? ഞാൻ 96 പഠിക്കുമ്പോ ഫസ്റ്റിൽ പഠിക്കാൻ പൊറോട്ടയ്ക്ക് 1.5 രൂപ. പുള്ളിക്ക് മാത്രം അപ്പത്തിന് 3 രൂപ. എത്ര അപ്പം കിട്ടും? അച്ചപ്പാണ് 3 രൂപയാണ്. എത്ര സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവില്ല? 3 സെറ്റ്. അങ്ങനത്തെ ഒരു സെറ്റേ ഇല്ല. ഒന്നെങ്കിൽ 5 സെറ്റ് അല്ലെങ്കിൽ 6 സെറ്റ്. 6 അച്ചപ്പം. നിങ്ങളുടെ സെറ്റപ്പേ ശരിയല്ല. ശരി, ഞാൻ അപ്പകച്ചവടക്കാരനായിരുന്നു. എന്റെ അപ്പം ഞാൻ കച്ചവടം ചെയ്തു അല്ലെ. മക്കള് അപ്പന്മാരെ കച്ചവടം ചെയ്യുന്നു, അപ്പന്മാര് മക്കളെ കച്ചവടം ചെയ്യുന്നു അല്ലെ. ക്യാരക്ടറിലേക്ക് വരുമ്പോ ക്യാരക്ടർ എന്താ ഞാൻ പ്രവീൺ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു ആക്ട്രസ് ആണ്. എന്റെ ഫസ്റ്റ് മൂവി ആളൊരുക്കമാണ്. അതിനകത്ത് നായികയായിട്ട് ചെയ്തതാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ പ്രവീൺ ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോ ഇല്ല, അല്ലാതെ ഞാൻ ആ വഴിയാണ്, സിനിമയാണല്ലോ, അപ്പൊ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആയ സമയത്താണ്. ശരിക്കും ഏത് വർഷത്തെ അറിയിച്ചുള്ളത്? വർഷം പറയാം. 2001. കൊറോണ വന്നപ്പോഴാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു കൊറോണ? 3 വർഷമാണ്. 2 വർഷം എനിക്കറിയില്ല. നമ്മളൊക്കെ 2 വർഷം മാക്സിമം ഉണ്ടായപ്പോ ഇത് വെള്ളാക്കം എന്ന സിനിമയിലുള്ള ഒരു കഥാപാത്രമാണ്. പ്രത്യേകത
കാണിക്കുന്നുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതായിട്ടാ. വെള്ള അതാണ് സിനിമ.